നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 36 ആണ്. ഇന്ന് പഠിക്കേണ്ട SCRT പാഠഭാഗം 6th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ചാപ്റ്റർ 8 തിങ്കളും താരങ്ങളും. അപ്പോൾ ഭൂമിയെ പറ്റിയും ചന്ദ്രനെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. സ്റ്റാർട്ട് ചെയ്യാം. സിക്സ്ത് സ്റ്റാൻഡേർഡ് SCRT സയൻസ് ചാപ്റ്റർ 8 തിങ്കളും താരങ്ങളും. ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ഒരു ഡയറി കുറിപ്പ് തന്നിട്ടുണ്ട്. ഈ ഡയറി കുറിപ്പിൽ നിന്ന് പഠിക്കേണ്ട പോയിന്റ്സ്: ഭൂമിക്ക് ഗോളാകൃതിയാണ്. കൂടാതെ ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാ? സൂര്യനിൽ നിന്നാണ് ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത്. ഇനി ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണോ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഈ രാത്രിയും പകലും മാറി മാറി വരുന്നതിനുള്ള കാരണം എന്തുവാ? ഭൂമിയുടെ കറക്കം അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഇനി ഉദയം അല്ലെങ്കിൽ സൂര്യോദയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് അനുഭവപ്പെടുന്നതാണ് ഉദയം. എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചു വരിക അല്ലെങ്കിൽ പകൽ അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് അനുഭവപ്പെടുന്നതാണ് ഉദയം. അപ്പൊ അസ്തമയോ തിരിച്ച് പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക്. അതും എന്ത് കാരണമാ? ഭൂമിയുടെ കറക്കം കാരണമാ. ഭൂമിയുടെ കറക്കം കാരണം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശത്തുകാർക്ക് അനുഭവപ്പെടുന്നതാണ് അസ്തമയം. ഓക്കെ, ആ 2 പോയിന്റ്സ് ഓർക്കുക. ഈ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയം അനുഭവപ്പെടുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ എക്സ്പെരിമെന്റ്സ് വഴിയാണ് 6ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, അവർക്ക് മനസ്സിലാക്കി കൊടുത്തേക്കുന്നത്. ഗ്ലോബും ലൈറ്റും ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വഴി ഗ്ലോബിനെ ഭൂമിയായിട്ട് സങ്കല്പിച്ച് ലൈറ്റിനെ സൂര്യനായിട്ട് സങ്കല്പിച്ചൊക്കെയാണ് അവർക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് കൺക്ലൂഷൻ മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്തത് അമ്പിളിയുടെ ആകാശപാത. ചന്ദ്രനെ പറ്റിയാ പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ്, ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ഈ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നുണ്ട് എന്നറിയാലോ. അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം ഒരേ സ്ഥാനത്തായിരിക്കും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചന്ദ്രൻ ഒരേ സ്ഥാനത്തായിരിക്കുമോ? അല്ല, ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി വരുന്നു. അതിന് കാരണം എന്തുവാ? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുട്ടി ചന്ദ്രനെ നിരീക്ഷിക്കുക. 3 വ്യത്യസ്ത ദിവസങ്ങളിൽ അപ്പു എന്ന കുട്ടി സൂര്യാസ്തമയ സമയത്ത് നിരീക്ഷിച്ച ചന്ദ്രന്റെ സ്ഥാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. അതായത് ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി വരുന്നുണ്ട്. ഒരു ദിവസം വെസ്റ്റിൽ കണ്ടു, ഒരു ദിവസം നോർത്തിൽ കണ്ടു, ഒരു ദിവസം ഈസ്റ്റിലാണ് കണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി വരുന്നതിനുള്ള കാരണം എന്തുവാണ്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം എന്ന് വെച്ചാൽ റെവല്യൂഷൻ ആണ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 27 and 1/3 27 and 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം, ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കുന്നത്. അപ്പൊ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയം എത്രയാണ്? 27 and 1/3 days. 27 and 1/3 days. ഇവിടെ കണ്ടോ, ചന്ദ്രൻ ഇവിടെ ഒരു തേങ്ങാപ്പൂളിന്റെ ആകൃതിയാ. ഇവിടെ ആണെങ്കിൽ പകുതി ചന്ദ്രൻ, ഇവിടെയാണെങ്കിൽ ഫുൾ മൂൺ. ഇപ്പൊ ഈ പകുതി ചന്ദ്രനില്ലേ, പകുതി ചന്ദ്രൻ എന്ന് പറയുമ്പം അർദ്ധചന്ദ്രൻ എന്ന് പറയും. ഹാഫ് മൂൺ ആണ് അർദ്ധചന്ദ്രൻ. എപ്പോഴാ ഈ അർദ്ധചന്ദ്രൻ ഉണ്ടാവുന്നേ? ചന്ദ്രനില് പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയ്ക്കാണ് അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ പകുതി ഭാഗത്ത് മാത്രമേ പ്രകാശം പതിക്കുന്നുള്ളൂ. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി
ദൃശ്യമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അർദ്ധചന്ദ്രൻ. ഇനി പൂർണ്ണമായിട്ട് ചന്ദ്രനെ കാണുന്ന ദിവസം ഇല്ലേ, ആ ദിവസത്തിനെ എന്തുവാ പറയുന്നത്? പൗർണമി എന്നാ പറയുന്നത്. പൂർണ്ണമായിട്ട് ചന്ദ്രനെ കാണുന്ന ദിവസത്തിന് പറയുന്ന പേരെന്തുവാ? പൗർണമി. അപ്പൊ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോഴാണ് നമുക്ക് ചന്ദ്രനെ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോഴല്ലേ. അപ്പോൾ ചന്ദ്രന്റെ മുഴുവൻ ഭാഗത്തും പ്രകാശം പതിക്കുമ്പോൾ നമുക്ക് ചന്ദ്രനെ ഫുള്ളായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. ആ ഒരു ദിവസമാണ് പൗർണമി. ഇനി ചില ദിവസങ്ങളിൽ നമുക്ക് ചന്ദ്രനെ കാണാനേ പറ്റത്തില്ല. കാരണം എന്താണ്? ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. ആ ദിവസത്തെ പറയുന്ന പേരെന്താ? അമാവാസി. ആ ദിവസത്തിനെ പറയുന്ന പേരെന്തുവാണ്? അമാവാസി എന്നാ പറയുന്നത്. അപ്പോൾ അമാവാസി, പൗർണമിയും പിന്നെ ചന്ദ്രന്റെ രൂപങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ്സ്, പ്രവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ നോക്കാം. പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നത്. വൃദ്ധിക്ഷയം എന്ന് വെച്ചാൽ എന്താ? അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ, അമാവാസി എന്ന് വെച്ചാൽ കറുത്ത വാവ് എന്ന് വെച്ചാൽ ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. കറുത്ത വാവിൽ നിന്ന് പൗർണമി, വെളുത്ത വാവിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെയാണ് വൃദ്ധി എന്ന് പറയുന്നത്. പിന്നെ ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ കാണുന്നത് കുറഞ്ഞു വരുന്നു. അതിനെ എന്ത് പറയുന്നത്? ക്ഷയം എന്ന് പറയുന്നത്. വൃദ്ധി, ക്ഷയം. അപ്പോൾ വൃദ്ധി എന്ന് വെച്ചാൽ അമാവാസി കണ്ടോ, കറുത്ത വാവ്. ഈ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നു. ഇവിടെ കുറച്ച് കണ്ടു, പിന്നെ ഹാഫായിട്ട് കണ്ടു, പിന്നെ ഒരു മുക്കാലായിട്ട് കണ്ടു, പിന്നെ ഫുൾ മൂണായിട്ട് കണ്ടു. അതിനെ എന്താ പറയുന്നത്? വൃദ്ധി എന്നാ പറയുന്നത്. ഇനി തിരിച്ച് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കുറഞ്ഞു വരും. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ഷയം എന്ന് പറയുന്നത്. വൃദ്ധിക്ഷയങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ? പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസം കാരണമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ആരാ ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നത്? ആരാ? സൂര്യനിൽ നിന്നാണ് ഈ ചന്ദ്രന് പ്രകാശം കിട്ടുന്നത്. അപ്പൊ ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം എത്രയാ? 27 and 1/3 ഡേയ്സ് ആണ്. 27 and 1/3 ഡേയ്സ്. ചന്ദ്രൻ 27 and 1/3 ദിവസം എടുത്താണ് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. അപ്പൊ ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാനുള്ള കാരണം എന്താ? ഒരു ഫേസ് മാത്രമാണ് ഭൂമിക്ക് നേരെ വരുന്നത്. അതിനുള്ള കാരണം എന്താ? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഇപ്പൊ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുമുണ്ട്, അതുപോലെ സ്വയം കറങ്ങുന്നുമുണ്ട്. ഭൂമിയും അതുപോലെയല്ലേ? ഭൂമി സൂര്യനെയും ചുറ്റുന്നുണ്ട്, സ്വയം കറങ്ങുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റും, എന്ന് വെച്ചാൽ ഒരു തവണ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന അതേ സമയം തന്നെ എടുത്താണ് ഒരു തവണ ഈ ചന്ദ്രന്റെ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതായത് 27 and 1/3 ദിവസം ചന്ദ്രനും കറങ്ങുന്നുണ്ട്, കൂടാതെ ഭൂമിയെയും ചുറ്റി കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫേസ് മാത്രം ഭൂമിക്ക്, അല്ലെങ്കിൽ ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഇനി നക്ഷത്രങ്ങൾ, അതായത് മാനത്തെ ചങ്ങാതിമാർ. ചന്ദ്രൻ മാത്രമല്ലല്ലോ ആകാശത്ത് നിൽക്കുന്നത്, ചന്ദ്രന് കുറെ ചങ്ങാതിമാരുണ്ട്, അവരാണ് നക്ഷത്രങ്ങൾ. അപ്പൊ നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. വിവിധ നിറത്തിൽ നക്ഷത്രങ്ങളെ കാണാറുണ്ട്. തിളക്കം കുറഞ്ഞ നക്ഷത്രങ്ങളുണ്ട്, തിളക്കം കൂടിയ നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങുന്നത് പോലെ കാണും. ഇതൊരു ചോദ്യമാണ്. നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായി കാണുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായി, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് മിന്നി തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? റിഫ്രാക്ഷൻ ആണ്. അപവർത്തനം.
അപ്പൊ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാനുള്ള കാരണം എന്തുവാ? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകാറുണ്ട്. അപ്പൊ അങ്ങനെ ദിശാമാറ്റത്തിന് വിധേയമാകുന്നതാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് പോലെ തോന്നുന്നത്. അപ്പൊ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. ഇനി ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാ? ആൽഫ സെന്റോറി ആണ്. ആൽഫ സെന്റോറി. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ആൽഫ സെന്റോറി. ഇനി നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങൾ കാണാം. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ കാണാൻ പറ്റും. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അപ്പോൾ സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെന്റോറി. ഇത് കണ്ടോ, ഭൂമി എന്ന് വെച്ചാൽ ഇത്രയും ചെറുതാണ്. സൂര്യന്റെ വലുപ്പം ഇത്രയും എന്ന് വെച്ചാൽ സൂര്യൻ എന്ന് പറയുന്നതേ, സൂര്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം 12 ലക്ഷമാണ്. അതായത് 12 ലക്ഷം ഭൂമികൾ ചേർത്ത് വെച്ചാലാണ് സൂര്യൻ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അത്രത്തോളം വലുപ്പമാണ് ആർക്കുള്ളത്? സൂര്യന് ഉള്ളത്. അപ്പൊ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്കടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാന്ന് പറഞ്ഞു? ആൽഫ സെന്റോറി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആൽഫ സെന്റോറി ഇല്ലേ, ഈ ആൽഫ സെന്റോറിൽ എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എത്ര സമയം എടുക്കുമെന്നറിയോ? 4 വർഷം എടുക്കും. ആൽഫ സെന്റോറിയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ, ജസ്റ്റ് ഒരു സങ്കല്പം മാത്രമാണ്, ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ 4 വർഷം കഴിഞ്ഞ് ആ സൗണ്ട് എവിടെ എത്തത്തുള്ളൂ? ഭൂമിയിൽ എത്തത്തുള്ളൂ. ഇത്രയും അടുത്തുള്ള, സൂര്യൻ കഴിഞ്ഞ അടുത്തുള്ള നക്ഷത്രം ആൽഫ സെന്റോറി എന്ന് പറഞ്ഞാലും എത്ര ദൂരമാണെന്ന് ഓർത്തോണം. ഓക്കെ. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ തന്നെ കേൾക്കാനാവും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടിവരും. 4 വർഷത്തിലധികം വേണ്ടിവരും. ഇനി അടുത്ത നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നക്ഷത്രങ്ങളെ കൂട്ടുകാരാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ ഇതിനെ കൂട്ടമായിട്ട് കാണുന്നത് പോലെ, എന്ന് വെച്ചാൽ പല ഷേപ്പില് നക്ഷത്രങ്ങളെ കാണാറുണ്ട് കൂട്ടമായിട്ട്. അപ്പൊ അങ്ങനത്തെ നക്ഷത്രങ്ങളെയൊക്കെ വിളിക്കുന്ന പേരുകളാണ് നോക്കുന്നേ. ആദ്യത്തേത് സപ്തർഷി. സപ്തർഷി എന്ന് വെച്ചാൽ 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സപ്തർഷി. അപ്പൊ ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ. ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ. അപ്പൊ സപ്തർഷികൾ എന്ന് വെച്ചാൽ എന്താ? ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ നക്ഷത്രങ്ങളെ വിളിക്കുന്ന പേരാണ് സപ്തർഷികൾ. പാശ്ചാത്യർ സപ്തർഷികൾക്ക് നൽകിയ പേരാണ് ബിഗ് ഡിപ്പർ. ബിഗ് ഡിപ്പർ. പാശ്ചാത്യർ ഈ നക്ഷത്രക്കൂട്ടത്തിന് വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേരാണ് നൽകിയത്. ബിഗ് ഡിപ്പർ. ഭാരതീയരാണ് ഇവരെ എന്തെന്ന് വിളിച്ചത്? സപ്തർഷികൾ എന്ന് വിളിച്ചത്. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യയ്ക്ക് വടക്കൻ ആകാശത്ത് കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയൊക്കെ ആവുമ്പോൾ നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ സപ്തർഷികളെ കാണാൻ പറ്റും എന്നാ പറയുന്നത്. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കൂട്ടമായിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്ന സപ്തർഷികളെ? കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയണേ, കമന്റ് ചെയ്യണേ. ഇനി കുറച്ച് നക്ഷത്ര കൂട്ടങ്ങളെ നോക്കാം. ആദ്യത്തേത് വേട്ടക്കാരനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് വേട്ടക്കാരൻ. വേട്ടക്കാരനെയൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും. ഓറിയോൺ എന്ന് പറയും. ഓറിയോൺ. പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ. വേട്ടക്കാരന്റെ വാളും
തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. വേട്ടക്കാരന്റെ വാളും തലയും ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ? വേട്ടക്കാരന്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ ഇതിനെ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് ഏത്? തിരുവാതിര എന്ന് പറയുന്നത്. തിരുവാതിര. അപ്പോൾ ഓറിയോണിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. അടുത്തത് കശ്യപി, കാസിയോപ്പിയ എന്ന് പറയും. കശ്യപി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കശ്യപിയെ കാണാൻ പറ്റും. ഇങ്ങനത്തെ നക്ഷത്രം. ഇനി ആകാശത്തോട് നോക്കണം, നക്ഷത്രങ്ങളുടെ ഷേപ്പൊക്കെ മനസ്സിലാക്കാം. വേട്ടക്കാരനെ നോക്കി വെച്ചേക്കാം, സപ്തർഷികളെ നോക്കി വെച്ചേക്കാം, പിന്നെ അതുപോലെ കശ്യപി. ഇനിയില്ലേ മലയാള മാസങ്ങളും താരാഗണങ്ങളും. ഈ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്കു മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ ഒരു എന്തിന്റെ രൂപമാണ് കിട്ടിയേ? ഒരു തേളിന്റെ രൂപമല്ലേ കിട്ടിയേ? അപ്പൊ ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം എന്ന് പറയുന്നത്. വൃശ്ചികം മലയാള മാസത്തിന്റെ പേര് കൂടിയാണല്ലോ. അതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. വൃശ്ചികമാണെങ്കിൽ തേളാണെന്ന് മനസ്സിലാക്കാം. ഇതുണ്ട്, ഇത്രയും മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അത് കൂട്ടി വരയ്ക്കുമ്പോൾ ഒരു തേളിന്റെ രൂപം കിട്ടും. ജസ്റ്റ് ഒരു സങ്കല്പം മാത്രമാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് നക്ഷത്ര കൂട്ടങ്ങളെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. കാർത്തിക, അതാണ്ട് ഇവിടെ തിരുവാതിര ഓറിയോണിന്റെ വലത് ചുമല്, അങ്ങനെ കുറെ നക്ഷത്ര കൂട്ടങ്ങളെ ഇവിടെ കാണിച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈസിയാണ്. പിന്നെ ഈ അവസാനം പറഞ്ഞ നക്ഷത്ര കൂട്ടങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ബാക്കിയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവുക. പിന്നെ ഈ പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ എവിടെയാ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം 36 ദിവസം ആയില്ലേ. ഈ 100 days ടൈം ടേബിൾ ഉണ്ട് നമുക്ക്. ഞാൻ 100 days ടൈം ടേബിൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ദിവസത്തെയും പോർഷൻസ് പഠിക്കാൻ കൊടുക്കുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ്. ടെലഗ്രാം ചാനലിലാണ് ഗൈഡൻസും ബാക്കി കാര്യങ്ങളും ടൈം ഷെഡ്യൂളും മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. താങ്ക് യു.